ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് ടേം ഇൻഷുറൻസ്. ഒരു ബേസിക് ഫൗണ്ടേഷൻസ് എന്ന് തന്നെ പറയാം. ഇന്ന് കാണുന്ന മിക്ക ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളും സേവിങ്സിന്റെയും ഇൻഷുറൻസ് പരിരക്ഷയുടെയും നേട്ടത്തോടു കൂടിയാണ് വരുന്നത്. ഇതിൽ എങ്ങനെ ഒരു പ്യുവർ ടേം ഇൻഷുറൻസ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യു ആർ വാച്ചിങ് ട്രസ്റ്റ് ടോക്ക്. മൈ നെയിം ഈസ് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. അതെ, ഇനി എന്താണ് ടേം ഇൻഷുറൻസ് എന്നല്ലേ? ഒരു വ്യക്തിയുടെ അഭാവത്തിൽ അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു സാമ്പത്തിക പ്രൊട്ടക്ഷൻ, ഒരു ഫിനാൻഷ്യൽ എംപവർമെന്റ് സാധ്യമാക്കാനുള്ള പദ്ധതിയാണ് ടേം ഇൻഷുറൻസ്. ഇനി എന്തൊക്കെയാണ് ഒരു ടേം ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട 3 ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബെനിഫിറ്റ് നമ്പർ 1, കോസ്റ്റ് എഫക്റ്റീവ്. ടേം ഇൻഷുറൻസ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. മാക്സിമം സം അഷ്യൂർഡ് അറ്റ് ആൻ അഫോർഡബിൾ പ്രീമിയം. നമ്മളൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 30 വയസ്സുള്ള ഒരു വ്യക്തി, സം അഷ്യൂർഡ് 1 crore. ടേം എടുക്കുകയാണെങ്കിൽ ഒരു 35 years, ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ. 30 വയസ്സിൽ ടേം ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് 65 വയസ്സ് വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവുന്നതാണ്. ഇതിന് ഒരു വർഷം ആ വ്യക്തി അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 11,558 ആണ്. അതായത് ഒരു ദിവസം ജസ്റ്റ് 31 rupees. പോയിന്റ് നമ്പർ 2, ഹെൽപ്പ് ഇൻ ഫുൾഫില്ലിംഗ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ഇന്നത്തെ സമൂഹത്തിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കണക്കെടുത്താൽ ലോണിന്റെ ഭാരമായിരിക്കും കൂടുതൽ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ, നല്ലൊരു ടേം ഇൻഷുറൻസ് കവറേജ്. തേർഡ് പോയിന്റ്, അൺഫിൽഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു കുടുംബനാഥന്റെയോ നാഥയുടെയോ ഏറ്റവും വലിയ അഭിലാഷമാണ് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മാരേജ് തുടങ്ങിയവ. ഇതിലുണ്ടാവുന്ന ചെറിയ വിടവുകൾ പോലും അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ അഭിലാഷങ്ങൾ നടക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും. ഒരു ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, പ്രീമിയം കാറ്റഗറി. ടേം ഇൻഷുറൻസിൽ 2 തരത്തിലുള്ള പ്രീമിയം കാറ്റഗറൈസേഷൻ ആണ് വരുന്നത്. 1 സ്മോക്കിംഗ്, 2 നോൺ സ്മോക്കിംഗ്. നിങ്ങൾ പുകവലി ശീലമുള്ള ഒരാളാണെങ്കിൽ യു ഹാവ് ടു പേ ഹയർ പ്രീമിയം ദാൻ എ സ്റ്റാൻഡേർഡ് പ്രീമിയം. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച സെയിം എക്സാമ്പിൾ, 30 വയസ്സുള്ള വ്യക്തി, 1 crore സം അഷ്യൂർഡ്, 35 വർഷത്തേക്കുള്ള കവറേജിന് നമ്മൾ കണ്ടതാണ്. സ്റ്റാൻഡേർഡ് പ്രീമിയം ഈസ് കമ്മിങ് 11,558 rupees. സെയിം ഫീച്ചേഴ്സ്, സെയിം പ്ലാൻ. നമ്മളൊരു സ്മോക്കർ കാറ്റഗറി ആണ് എടുക്കുന്നതെങ്കിൽ the premium is coming 18,493. That means almost 60% higher than the standard premium. Second point, age of entry. വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് നിങ്ങളുടെ ഏർലി ഓഫ് യുവർ ലൈഫ് ആണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം എന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ കോട്ട് ചെയ്ത സെയിം എക്സാമ്പിൾ, 30 വയസ്സുള്ള വ്യക്തി, 1 കോടി രൂപ സം അഷ്യൂർഡ് നമ്മൾ കണ്ടതാണ്. പ്രീമിയം ഈസ് കമ്മിങ് 11,558 rupees. ഈ സെയിം ഫീച്ചേഴ്സ്, സെയിം പ്ലാൻ ആ വ്യക്തി 40ാമത്തെ വയസ്സിലാണ് എടുക്കുന്നതെങ്കിൽ the premium will come nearly 18,000 rupees. That is almost 60% higher. Point number 3, health conditions. നല്ല ആരോഗ്യം, നല്ല ടേം ഇൻഷുറൻസ്. നിങ്ങളുടെ ആരോഗ്യാവസ്ഥ നല്ലതാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഹയർ സം അഷ്യൂർഡ് ഓഫ് ടേം ഇൻഷുറൻസ് അറ്റ് എ ലോവർ പ്രീമിയം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യാവസ്ഥ മോശമാണെങ്കിൽ ഒന്നുകിൽ കമ്പനിക്ക് നിങ്ങളുടെ ടേം ഇൻഷുറൻസ് നിഷേധിക്കാം, അല്ലെങ്കിൽ കമ്പനി ക്യാൻ ചാർജ് എ ഹയർ ലോഡിംഗ്, ഹയർ പ്രീമിയം ദാൻ സ്റ്റാൻഡേർഡ് പ്രീമിയം. ഒരു ടേം ഇൻഷുറൻസ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ബേസിക് ഫൗണ്ടേഷൻസ് ആണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റുകളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഇടുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.